ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ചായക്കടകളിൽ എണ്ണയിൽ മുക്കി പൊരിച്ചുണ്ടാക്കുന്ന ചെറുപയർ സുഖിയൻ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ വളരെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറുപയർ സുഖിയൻ്റെ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കപ്പ് ഉരുക്കിയ ശർക്കര ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ചൂടായി അതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ഇതുപോലെ പതഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് ചിരകിയ തേങ്ങയും വേവിച്ച ചെറുപയറും ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടും ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ചെറുപയർ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. ശർക്കരയ്ക്ക് ഉപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് ചെറുപയറിൽ ചേർത്താൽ മതിയാകും. നന്നായിട്ട് വെള്ളം വറ്റി ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. ഒരു കുറച്ച് ഗീയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്താൽ നമുക്ക് കുറച്ച് എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 16 ബോൾസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കുക. 1/4 കപ്പ് തന്നെ അരിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്ത് ഞാൻ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റാണ്, ഇത്രയും ടൈറ്റ്നെസ് വേണ്ട. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തപ്പോഴേക്കും ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒത്തിരി ലൂസായി പോകരുത്, കുറച്ച് കട്ടിയുമായിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാൻ വളരെ ചെറിയൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. അതിലേക്ക് ഞാൻ 3 ഡെസേർട്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ കുറച്ച് എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഓരോ ബോൾസും ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 5 എണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് 5 എണ്ണം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ഉരുളകളും നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഫ്ലെയിമിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വേണ്ട, അതിൻ്റെ താഴെയുള്ള ഫ്ലെയിമിലോട്ട് മാറ്റണം. അതായത് ലോ ഫ്ലെയിമിലും വളരെ കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെച്ചാൽ മതിയാകും. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഈ ഉരുളകളുടെ മുകളിലേക്ക് ഈ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക, ഈ ചൂടായ എണ്ണ. അതിനുശേഷം ഒന്ന് മറിച്ചിടുക. വലിയ സ്പൂൺ എടുത്താൽ ഇതുപോലെ കോരി ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് ഒരു നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ കോരിയെടുക്കുന്ന സ്പൂൺ കൊണ്ട് കോരിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാനൊരു 5 എണ്ണം കൂടി ഈ എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മൾ ഉരുളകൾ
ഇടുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ തന്നെ മാറ്റിയിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അലൂമിനിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ട് കൂടുതൽ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എണ്ണ വളരെ കുറച്ചായതുകൊണ്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ 5 എണ്ണം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഓരോ സെറ്റും റെഡിയാകും. അപ്പോൾ ഇനിയുള്ള 6 എണ്ണമാണ് ഉള്ളത്. അത് ഞാൻ 3 എണ്ണം വീതമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സൗകര്യത്തിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പോലെ തന്നെ സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് എണ്ണയൊക്കെ കോരി ഒഴിച്ച് ഫ്രൈ ചെയ്താൽ നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചായക്കടയെല്ലാം ചെറുപയർ സുഖിയൻ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച എണ്ണയിലും കുറച്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, ബാക്കി എണ്ണ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചെറുപയർ സുഖിയനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനത്തെ സെറ്റാണിത്. ഞാനതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഞാനിവിടെ 3 ഡെസേർട്ട് സ്പൂൺ എണ്ണയാണ് ഒഴിച്ചതെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഫ്രൈ ചെയ്ത് ബാക്കി വരുന്ന ഈ കുറച്ച് എണ്ണ നമുക്ക് കളയാനായിട്ട് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. അപ്പം നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ സുഖിയന് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, ഉള്ള് വളരെ സോഫ്റ്റുമാണ്, പുറം നല്ല ക്രിസ്പിയുമാണ്. നമ്മൾ ചായക്കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ സുഖിയൻ തന്നെയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. വറുത്ത എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും വറുക്കാതെ നമ്മളിതുപോലെ ഫ്രഷ് എണ്ണയിൽ കുറച്ച് എണ്ണയിൽ വറുത്ത് കോരുക, അതാണ് നമുക്ക് ഹെൽത്തിന് നല്ലത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും വളരെ കുറച്ച് എണ്ണയിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.